വി.എസ്. അച്യുതാനന്ദനെതിരായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം വീണ്ടും ചർച്ചയാവുകയാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് വി.എസ്. അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയതിന് പിന്നിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശമാണെന്നാണ് CPIM നേതാവ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. ഒരു യുവ വനിതാ നേതാവാണ് പരാമർശം നടത്തിയത്. ദുഃഖിതനായി ആരെയും നോക്കാതെ ഒന്നും മിണ്ടാതെ വി.എസ്. വേദി വിട്ടുവെന്നും സുരേഷ് കുറുപ്പ് പറയുന്നു. എന്നാൽ സുരേഷ് കുറുപ്പിന്റെ വാദം തള്ളുകയാണ് CPIM നേതാക്കൾ. വി.എസ്. മരിച്ച ശേഷം അനാവശ്യ വിവാദങ്ങൾക്ക് ശ്രമിക്കുകയാണെന്നാണ് മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞത്. സമ്മേളനത്തിൽ ഞാൻ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അങ്ങനെ ഒരു നേതാവ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നമ്മൾ വേർപെട്ട് പോവുകയും ചെയ്തു. വേർപെട്ട് പോയ ശേഷം ഇനി അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് ചർച്ച ചെയ്തത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരം ചർച്ചകൾ നടത്തുന്നവരെല്ലാം പാർട്ടിയുടെ വളർച്ചയിലും പാർട്ടിയുടെ സ്വാധീനത്തിലും ഒക്കെ തന്നെ ഉത്കണ്ഠ ഉള്ളവരാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ എവിടെയും ഇത്തരം പരാമർശം കേട്ടില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചത്. ഈ സമ്മേളനങ്ങളെല്ലാം പങ്കെടുത്ത ഒരു പ്രതിനിധിയാണ് ഞാൻ. ഈ സമ്മേളനങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധിയായിട്ട് ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ എവിടെയും ഇത്തരമൊരു പരാമർശം കേട്ടിട്ടില്ല. ഇതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കാര്യം അതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. വി.എസിനെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം നടത്തിയതാണ് ആലപ്പുഴ സമ്മേളനമെന്നും വി.എസിനെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടായെന്നും മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് സുരേഷ് പ്രതികരിച്ചു. ഒരാളുടെ പരാമർശം കൊണ്ട് മാത്രം അല്ല വി.എസ്. ഇറങ്ങിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സുരേഷ് കുറുപ്പ് സാഹു പറഞ്ഞത് സത്യമായിരിക്കാം, പക്ഷെ അന്ന് വി.എസ്. വധം ആട്ടക്കഥയായിരുന്നു ആലപ്പുഴയിൽ നടന്നത്. അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ എത്രത്തോളം വിഷമിപ്പിച്ചു എന്നുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ബോധ്യമായ കാര്യമാണ്. ഈ ഒരു പരാമർശം മാത്രമല്ല, അന്ന് സംഘടിതമായ ആക്രമണമായിരുന്നു വി.എസിനെതിരെ ആ സമ്മേളനത്തിൽ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് സ്വാഭാവികമായിട്ടും വല്ലാതെ വേദനിച്ചിട്ടുണ്ട്, വല്ലാതെ മാനസിക വ്യതയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. ആ കാരണങ്ങളൊക്കെ കൂടിക്കൊണ്ടാണ് ആ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയത്. റഹീസ് റഷീദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റഹീസ്, വി.എസ്. അച്യുതാനന്ദൻ വിട്ടുപിരിഞ്ഞതിന് പിന്നാലെ എഴുതിയ അനുസ്മരണ ലേഖനത്തിലാണ് സുരേഷ് കുറുപ്പ് ഇത്തരത്തിൽ ആലപ്പുഴ സമ്മേളനത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം അത് എല്ലാ കാലത്തും വലിയ രീതിയിൽ വി.എസ്. അച്യുതാനന്ദനെ വേദനിപ്പിച്ചിരുന്നതാണ്. അക്കാര്യങ്ങളിൽ ഒരു യുവ നേതാവ്, ഒരു കൊച്ചു പെൺകുട്ടി എന്ന പ്രയോഗമാണ് സുരേഷ് കുറുപ്പ് നടത്തുന്നത്. അത്തരത്തിലൊരു കൊച്ചു പെൺകുട്ടി പരാമർശം നടത്തിയത് വലിയ വേദനയുണ്ടാക്കി എന്ന തരത്തിൽ പറയുന്നു. മാത്രമല്ല ഈ വി.എസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന സുരേഷും സമ്മതിക്കുകയാണ് അന്ന് വലിയ വിഷമമുണ്ടായി വി.എസിന്. അദ്ദേഹം അത്രയധികം വേദനിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന് കൂടിയാണ്. ഏതായാലും വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു ഈ ലേഖനം, അല്ലേ? അതാണ് വിനീത. CPIM-ന്റെ അകത്തെ വിഭാഗീയതയിൽ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. അത് തിരുവനന്തപുരത്ത് നടന്ന 2011 സംസ്ഥാന സമ്മേളനം മുതൽ അത് തുടങ്ങിയതാണ്. വി.എസ്. അച്യുതാനന്ദൻ്റെ മരണത്തിന് ശേഷവും അത് പാർട്ടിക്കുള്ളിൽ അത് തർക്കമായി തന്നെ നിലനിൽക്കുന്നു. ഇന്ന് വി.എസ്. അനുസ്മരണവുമായി ബന്ധപ്പെട്ടാണ് സുരേഷ് കുറുപ്പ് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ ഒരു ലേഖനം എഴുതുന്നത്. ആ ലേഖനത്തിലാണ് അതീവ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുന്നത്. 2005 ആലപ്പുഴ സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി.എസിനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടത്തണം എന്ന് പറഞ്ഞു എന്നതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഭാഗം. അതിൽ ദുഃഖിതനായിട്ടാണ് വി.എസ്. അച്യുതാനന്ദൻ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ആരോടും ഒരു വാക്കും ഉണ്ടാതെ, ഒരാളോടും നോക്കാതെ വി.എസ്. അച്യുതാനന്ദൻ പുറത്തേക്ക് വന്നു എന്നതാണ് സുരേഷ് കുറുപ്പ് പറയുന്നത്. ഈ പറയുന്ന സമയത്ത് ആലപ്പുഴ സമ്മേളനം നടക്കുന്ന സമയത്ത് ഏറ്റുമാനൂർ MLA ആണ് സുരേഷ് കുറുപ്പ്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള CPIM-ന്റെ സംസ്ഥാന സമ്മേളന പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. അതിനെ തുടർന്ന് അതിനെ ശരിവെച്ച് വി.എസിൻ്റെ പ്രൈവറ്റ് അഡീഷണൽ PA ആയിരുന്ന സുരേഷ് രംഗത്ത് വന്നു. അപ്പം അതിനെ എതിർത്ത് വി. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, DK മുരളി തുടങ്ങിയവർക്കൊപ്പം ചിന്താ ജെറോമും അല്പസമയം മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി വന്നിട്ടുണ്ട്. ചിന്താ ജെറാമിൻ്റെ കാര്യം പറയാൻ കാരണം ആലപ്പുഴ സമ്മേളനം മുതലാണ് ജെറോം CPIM-ന്റെ സംസ്ഥാന സമ്മേളന പ്രതിനിധിയായിട്ട് വരുന്നത്. സ്വാഭാവികമായും സുരേഷ് കുറുപ്പ് ഒരു കൊച്ചു പെൺകുട്ടി എന്ന് പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ജെറോമാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അല്പസമയം മുമ്പ് ചിന്താ ജെറോം പ്രതികരിച്ചത്. നമുക്ക് ചിന്തയുടെ ആ പ്രതികരണം കൂടി കേൾക്കാം. ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം സുരേഷ് കുറുപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയതെന്ന് അറിയില്ല എന്നായിരുന്നു
ചിന്ത ജെറോമിന്റെ പ്രതികരണം. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല. പാർട്ടിക്ക് പിന്തുണ കൂടിയ ഘട്ടത്തിലാണ് ഈ കുപ്രചാരണമെന്നും ചിന്ത ജെറോം പറയും. ശ്രീ സുരേഷ് കുറുപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ലേഖനം എഴുതിയെന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല. സഖാവ് VS-നും പാർട്ടിക്കും CPIM-നും എല്ലാം ലഭിക്കുന്ന പിന്തുണ കണ്ട് അസ്വസ്ഥമാകുന്നതുകൊണ്ടായിരിക്കാം ഇത്തരം കുപ്രചരണങ്ങളൊക്കെ മാധ്യമങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു വാചകമോ വാക്കോ ഒന്നും അവിടെ ആരും ഉയർത്തിയിട്ടില്ല. അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു ഒരു കാര്യമാണ് പറയുന്നത്.